ഓ പാസ്തയോ? ആ പാസ്ത ഉണ്ടാക്കി തരാലോ. വാവച്ചിക്ക് പാസ്തയാണ് വേണ്ടേ? ഓക്കെ. ഉള്ളി വേണ്ട. ഓക്കെ, അപ്പൊ ഉണ്ടാക്കി തരട്ടെ മമ്മ. കഴിക്കണം എന്താ ഫുള്ള്? ഓക്കെ. വാവച്ചിനെ എടുക്കാൻ പോവാ. ഓക്കെ, ബ്ലോഗ്സ് കളിക്കാൻ പോവാണോ? ശരി, ഉണ്ടാക്കിട്ട് വരാം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു. ഇവിടെ ഞാനും വാവച്ചിയും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, വാവച്ചി പറഞ്ഞു വാവച്ചിക്ക് പാസ്ത വേണമെന്നു ലഞ്ചിന്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് പാസ്ത ഉണ്ടാക്കുന്ന ഒരു വ്ളോഗ് എടുത്താലോ എന്ന്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പറഞ്ഞേ സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇനി പാസ്ത ഉണ്ടാക്കാം. വാവച്ചിക്കുണ്ടല്ലോ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് പാസ്ത. വാവച്ചിക്ക് എപ്പോൾ പാസ്ത കൊടുത്താലും വാവച്ചി കഴിച്ചിരിക്കും. അപ്പോൾ നമുക്ക് വാവച്ചിക്ക് പക്ഷേ പാസ്ത ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ പാടില്ല, അങ്ങനെ ഇങ്ങനെ കുറേ ഡിമാൻഡ്സ് ഉണ്ട്. അതായത് വളരെ ഈസിയാണ് വാവച്ചിക്ക് പാസ്ത ഉണ്ടാക്കി കൊടുക്കാൻ, അതാണ് സംഭവം. അപ്പോൾ നമുക്ക് വേഗം പോയി പാസ്ത ഉണ്ടാക്കാം. ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ചൂടാക്കിയ വെള്ളത്തിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് കുറച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ചൂടായിട്ടുണ്ട് ലൈറ്റായിട്ട്. നമുക്ക് അതിൻ്റെ അകത്ത് പാസ്ത ഇടാം കുറച്ച്. അപ്പോൾ ഇത് ഞാൻ പാസ്ത ഇതിനകത്ത് ഇട്ടു. വെള്ളം കുറച്ച് ചൂടായപ്പോഴത്തേക്കും ഇതിനി 10-12 മിനിറ്റ് ഇതൊന്ന് ബോയിലാകട്ടെ. ബോയിലായതിനു ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വാവച്ചി. വാവച്ചി എന്താ കഴിക്കാനായിട്ട് എക്സൈറ്റഡ് ആണോ പാസ്ത കഴിക്കാനായിട്ട്? ഓക്കെ, ജമ്മ ബോയിലായ നോക്കട്ടെ. പോരാ. അങ്ങനെ നമ്മുടെ പാസ്ത ഉണ്ടല്ലോ നന്നായിട്ട് വെന്തു. ഇനി നമുക്കിത് മാറ്റി വെക്കാവേ. ബോയിലായ പാസ്ത ഞാൻ വെള്ളം കളയാൻ വേണ്ടി മാറ്റി വെച്ചേക്കുവാണേ. എന്നിട്ട് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പാല് ഒഴിക്കാം കേട്ടോ. കുറച്ച് പാൽ ഒഴിക്കാം. അതായത് പാൽ ഇഷ്ടമുള്ള പിള്ളേർക്ക് കൂടുതൽ ഒഴിക്കാം കേട്ടോ. പാൽ ഇഷ്ടമല്ലാത്ത പിള്ളേർക്ക് ഇങ്ങനെ ഇത്തിരി വേണം ഒഴിക്കാൻ. കാരണം വാവച്ചിക്ക് പാൽ അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് ആഡ് ചെയ്തുള്ളൂ. ബോയിലായ പാസ്ത ഉണ്ടല്ലോ നമ്മളിത് മിൽക്കിലോട്ട് ആഡ് ചെയ്യും. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബട്ടർ ഇടാം. പിന്നെ നമുക്ക് കൊച്ചുങ്ങൾ എന്തൊക്കെ കഴിക്കണം അതൊക്കെ ആഡ് ചെയ്യാം. അതായത് ക്യാരറ്റ് വേണോ, അല്ലെങ്കിൽ ക്യാപ്സിക്കം വേണോ, പിന്നെ ഉള്ളി വേണോ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. വാവച്ചിക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ മിൽക്ക് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഓൾറെഡി നമ്മൾ ഉപ്പ് തിളച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ ഇടുന്നില്ല കേട്ടോ. ഇത് കുറച്ച് നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യും. കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ, കാരണം ഒരു ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇപ്പം ബട്ടർ ആണെങ്കിൽ നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം അതിൻ്റെ അകത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ദേ അങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. കഴിച്ചോ ചേച്ചി? ചൂടാതെ നോക്കിക്കേ. ചൂടാറിയാ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്നാ, നല്ലതാണോ? ടേസ്റ്റി ആണോ എമ്മി? ഇനി നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ക്യാപ്സിക്കം പിന്നെ അങ്ങനെ കുറേ ക്യാരറ്റൊക്കെ ആഡ് ചെയ്ത് തരാം കേട്ടോ. കഴിക്കുമോ? പിന്നെന്താ ആഡ് ചെയ്യണ്ടേ? ഇത് മാത്രം മതിയോ? മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്, ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അത്രേ ചെയ്തുള്ളൂ. ഉള്ളി പോലും ഇട്ടില്ല വാവച്ചിക്ക്. ഉള്ളി വേണമായിരുന്നോ? അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ വാവച്ചിക്ക്? ഓക്കെ, എന്നാൽ ശരി കഴിച്ചോ.
പിള്ളേർക്ക് കൊള്ളത്തില്ലേ? ആരാ പറഞ്ഞേ? ഓ, തന്നെ പറഞ്ഞാണോ? ഓക്കെ, എന്നാ കഴിച്ചോ. അമ്മ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടാ. ടേസ്റ്റ് അല്ലേ? ഓക്കെ, കഴിച്ചോ. വെള്ളം എടുത്തു തരാൻ കുടിക്കാൻ. എന്നാൽ എല്ലാവർക്കും ടാറ്റ പറ. എല്ലാവരും പോയി ഉണ്ടാക്കി കഴിച്ചു നോക്കാൻ പറ. ഓക്കെ, ടാറ്റാ. അങ്ങനെ ദേ നമ്മുടെ വാവച്ചിക്ക് പാസ്ത ഇഷ്ടപ്പെട്ടു. വാവച്ചിക്ക് വേറെ ഒന്നും ആഡ് ചെയ്യണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഐ എം വെരി ഹാപ്പി. കാരണം വാവച്ചിക്ക് ഇഷ്ടമായല്ലോ. അതായത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര സങ്കടമാകും. പിന്നെ നമുക്ക് ഉണ്ടാക്കാനേ തോന്നത്തില്ല. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഹാപ്പിയായി. വാവച്ചിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി എന്തെങ്കിലും വെറൈറ്റി ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ശരി, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.